മച്ചാമാരെ, അപ്പോൾ എക്സ്പ്ലോറിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ സദേൺ ന്യൂസിലാൻഡിൽ തന്നെയുള്ള 2-3 ഡെസ്റ്റിനേഷൻസിലേക്കാണ് പോകാനുള്ള പരിപാടി. ഫസ്റ്റ് നമ്മൾ ടിയാനോ, ഗ്ലോവേം കേവ്, പിന്നെ മിൽഫോർട്സ് ഉണ്ടല്ലേ. ഇത് രണ്ടും ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്ത് കോട്ടയംകാരൻ അഭിനേഷ് വൈഫ്. ജാനി ഹായ് പറഞ്ഞു. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഗ്ലോവേം കേവ് വരെ ഒരു 167 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ ഡ്രൈവാണ്. നല്ല അടിപൊളി ഡെസ്റ്റിനേഷനാണ് കേട്ടോ. സൂപ്പർ കിടിലൻ സ്ഥലമാണ്. നമ്മൾ ന്യൂസിലാൻഡിൽ വന്ന ആരും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സംഭവമാണത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇരുട്ടായിട്ടുള്ളൊരു കേവാണ്. അതിൻ്റെ അകത്ത് ഉള്ള വേംസ് ഇങ്ങനെ ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മിന്നാമിനിങ്ങൊക്കെ പോലെ മിന്നല്ലെന്നോളൂ, ഇങ്ങനെ കത്തി നിൽക്കുന്നത്. വലിയ ഐഡിയ ഇല്ല, ചെന്ന് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഓക്കെ, ഞങ്ങളങ്ങോട്ട് വണ്ടി എടുക്കട്ടെ. ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ ഓടി ടിയാനോ ഗ്ലോവേം കേവ് എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് നൈസായിട്ടൊരു പണി കിട്ടിയിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ തന്നെ ആൾക്കാർ ബുക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. ഞങ്ങൾ രാവിലെ തന്നെ എത്തിയെങ്കിലും അടുത്ത സ്ലോട്ട് വൈകുന്നേരം 3:30 ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വെച്ച് പിടിക്കുക തന്നെ. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ഉള്ളൊരു ഡെസ്റ്റിനേഷനിൽ നിർത്തിയേക്കണേ. ഡെസ്റ്റിനേഷൻ എന്ന് പറയാനല്ല, 1 hourലധികം ഇപ്പോൾ വണ്ടി കണ്ടിന്യൂസ് ഓടിക്കുന്നത്. അപ്പോൾ ഒന്ന് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു സൂപ്പർ ലുക്ക് ഔട്ട് പോയിന്റ് ആണ് നമുക്ക് അവിടെ കിട്ടിയേക്കുന്നത്. താഴെയുള്ള ഒരു ചെറിയ ഡാമാണ്, ഒരു പുഴയുണ്ട്. അപ്പൊ അങ്ങ് ദൂരെ കാണുന്ന മലനിരകളിലേക്കാണ് നമുക്ക് എത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ നല്ല ക്ലൈമറ്റ് അല്ലേ, തണുപ്പുണ്ട്. വെറുതെ കാണിക്കുന്നു അഡീഷണൽ എക്സ്പ്രഷൻ. ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാണ്ട് പോകാനായിട്ട് ഒരു മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല ഇത് എടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്ക് അടിപൊളി ലൊക്കേഷൻ. ഒന്ന് നോക്കി ആ ബാക്ക്ഗ്രൗണ്ട്. എങ്ങനെയെങ്കിലും ഒരാൾക്ക് അവിടെ നിർത്താണ്ട് പോകാൻ പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ സ്ഥലം. ഒരു രക്ഷയില്ല, പൊളി, ഒരേ പൊളി സ്ഥലം. പൊന്നെ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലം. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി. ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. അല്ലെങ്കിൽ ഈ ന്യൂസിലാൻഡിൻ്റെ നോർത്ത് ഐലൻഡാണ് മെയിനായിട്ടുള്ളവരുടെ കൊമേഴ്ഷ്യൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിലും സൗത്ത് ഐലൻഡാണ് ഭംഗിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, പിടിച്ചിരിക്കാൻ പറ്റാത്ത സ്ഥലം. അത് ഒരു രക്ഷയില്ല. അത് ആരോട് ചോദിച്ചാലും, ന്യൂസിലാൻഡ് കണ്ടിട്ടുള്ള ആരോട് ചോദിച്ചാലും അങ്ങനെ തന്നെ പച്ചക്ക് പറഞ്ഞുള്ളത്. സൗത്ത് ഐലൻഡിനെ കടത്തി വെട്ടാനൊരു സ്ഥലം ഉണ്ടോയെന്ന് തന്നെ ഡൗട്ടാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഓൺ ദ വേയിൽ കണ്ട ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ, ഒന്ന് റെസ്റ്റ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒന്ന് റിഫ്രഷ് ആവാം, ഒരു ബ്രേക്കും ആവുമല്ലോ എന്ന് ഓർത്തിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ ഒരു രീതികളും കാര്യങ്ങളും കൂടെ വീഡിയോയിൽ കൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. വണ്ടികളൊക്കെ ഇവിടെ നിർത്തി ആൾക്കാരൊക്കെ ഇവിടെ അപ്പുറത്തേക്ക് ഒരു പാർക്കാണ് കേട്ടോ. അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ ബോളും ബാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ പെറ്റിനെ ഇവരെപ്പോഴും കൂടെ കൊണ്ടു നടക്കും. പട്ടിയായാലും പൂച്ചയായാലും ഒക്കെ ഇവർ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. അപ്പോൾ അതിനെ നടത്തിക്കാനൊക്കെ കൊണ്ടുവരുന്നവർക്ക് അതിൻ്റെ കളയാനായിട്ടുള്ള ബാഗാണിത്. ഇവർ ഈ ബാഗ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അതിൻ്റെ എന്താ പറയുന്നത്, 1-2 പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാഗിൽ അവർ കളക്ട് ചെയ്യുകയും ചെയ്യും.
അത് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അത്രയും ക്ലീൻ ആയിട്ടാണ് അവർ ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഇവിടെ ഈ ന്യൂസിലൻഡിലെ സംബന്ധിച്ച് ഇവര് ക്യാമ്പർ അതുപോലെ ലൈഫിന്റെ ഭാഗമാണ് ശരിക്കും, അവരുടെ ജീവിത ഭാഗമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിപ്പോ പയ്യെ ഫെമിലിയർ ആയിട്ട് ആവുന്നേ ഉള്ളൂ. ആക്ച്വലി ഇങ്ങനെയുള്ള ക്യാമ്പർ സൈറ്റുകൾ നമ്മുടെ നാട്ടിലും ഒരുപാട് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ശരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല. ഇവിടെ അതിനായിട്ട് തന്നെ ഇതിപ്പോ ഒരു ഈ പാർക്കിലേക്ക് വന്നവരുടെ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ നിന്ന് ഒരു ഇത്തിരി അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ആൾക്കാർ ക്യാരവാനും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് പ്രോപ്പർ ക്യാമ്പിങ്ങിനുള്ള സൈറ്റ് അവർക്ക് അവിടെ ഉണ്ട്. അത് വണ്ടി അവിടെ കൊണ്ടുവന്ന് ഇടുന്നതിന് അവർക്കൊരു ചാർജ് ഉണ്ട്. ആ ചാർജിൽ അവർക്കുള്ള ഈ പറഞ്ഞ പോലത്തെ വാഷ്റൂം ഫെസിലിറ്റി, കറണ്ട് അല്ലെ, ക്യാരവാനിലേക്കുള്ള കറണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും. ടോയ്ലറ്റിലുള്ള എല്ലാം ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അതെ എല്ലാം പ്രോപ്പറായിട്ട് അവിടെ മാനേജ് ചെയ്താണ് പോണത്. അതുപോലെ തന്നെ എല്ലാം ഇവിടുത്തെ ആൾക്കാരും ഈ പ്രോപ്പർട്ടി എല്ലാം വളരെ നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു സാധനം താഴെ ഇടില്ല അവര്. ആ ഏരിയയിലോട്ട് പോയി അതെ. ഡിഫൻഡർ ആണ്, ഡിസ്കവറി, പഴയ ഡിസ്കവറി ആണ്, ഡിഫൻഡർ അല്ല. ഇനി ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ കണ്ടോട്ടാ. ഞാൻ ക്യാമറ തിരിക്കാം. അതാ മരം നിൽക്കുന്ന കാരണം അങ്ങ് വ്യൂ ക്ലിയർ ആവില്ല അല്ലേ. അപ്പുറത്തുള്ളതൊരു ലേക്കാട്ടോ. ആ മരം ഇങ്ങനെ നിരയായിട്ട് നിൽക്കുന്നില്ല അവിടെ, അതിനപ്പുറത്തേക്ക് നല്ല സൂപ്പർ ഒരു ലേക്ക്. അത് ഈ ഭാഗത്ത് റൈറ്റിലേക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ക്യാമ്പിങ്. അതെ ഇവിടുത്തെ ക്യാമ്പിങ്ങിനുള്ള ഗ്രൗണ്ടാണ്. ക്യാമ്പിങ് ഗ്രൗണ്ട് എന്ന് തന്നെ പറയണതിന്. എന്താ അവിടെ ക്യാരവാനെല്ലാം കിടക്കുന്നുണ്ടോ? ഇവിടെ കാണാൻ പറ്റും. ഇഷ്ടം പോലെ ക്യാമ്പർ വാനുകളാണ് ഇവിടെ കിടക്കുന്നത്. അത് ക്യാമ്പർ വാനുകളും ഉണ്ട്, അതുപോലെ തന്നെ ക്യാരവാൻ പോലത്തെ സാധനങ്ങളുണ്ട്. വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് അതിന് പ്രത്യേക പെർമിറ്റ് ഒക്കെ എടുക്കണം. അതിന് നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്യണമെങ്കിൽ അത് ലൈസൻസ് വേറെ വേണ്ടല്ലോ, നമ്മുടെ നോർമൽ ലൈസൻസ് മതി. പക്ഷേ പ്രത്യേക ഇത് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. അതെ, ക്യാരവാൻ എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് വലിച്ചോണ്ട് പോകുന്ന സാധനമാണ്. പിന്നെ മോട്ടോർ ഹോം എന്ന് പറഞ്ഞിട്ട് തന്നെ സെപ്പറേറ്റ് ഉണ്ട്. അത് കണക്ട് ചെയ്യണ്ട, അത് നമ്മുടെ കാറിന്റെ സെയിം ലൈസൻസ് മതി. അത് മോട്ടോർ ഹോമാണ്. ഈ നേരെ കാണുന്നതൊക്കെ മോട്ടോർ ഹോമാണ്. ഇത് ക്യാമ്പർ വാനാണ്. അതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് ക്യാമ്പർ വാനാണ്. കണ്ടോ, ഇതിൽ ആൾക്കാർക്കുള്ള കറണ്ടും കാര്യങ്ങളും, വെള്ളം, കറണ്ട്, ഇങ്ങനത്തെ ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കുറ്റി പോലെ വെച്ചേക്കുന്നതെല്ലാം അതാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അതെ, അതുപോലെ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ. ഇപ്പം ഇത് വെള്ളത്തിനുള്ളതാണ്. അതുപോലെ ഇത് മേളത്തെ കാണുന്നത് ഇലക്ട്രിസിറ്റിയുടെ. അതെ, ഇത് ഇലക്ട്രിസിറ്റി, ഇത് വെള്ളത്തിന്റെ. അതും ഇവിടെ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് തണുപ്പായതുകൊണ്ട് ഹോട്ട് വാട്ടറും അതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോട്ട് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ കണ്ട അവിടെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ബോട്ടും ഇതൊക്കെ ആയിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. ബോട്ട് സഹിതം വണ്ടിയെ കണക്ട് ചെയ്തുകൊണ്ടെന്ന് ലേക്കിനകത്തോടെ ഓടിക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് ഒരു വ്യൂ നോക്കുവാണെങ്കിൽ നല്ല. അതെ ലേക്കിന്റെ ഒരു വ്യൂ. ഇത് മോട്ടലാണ് കേട്ടോ. നമ്മുടെ ഹോട്ടലിന്ന് ഇവിടെ ഹോട്ടൽ കുറവാണെന്നുള്ളേ. മോട്ടലാണ് കൂടുതൽ. മോട്ടൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് അവിടെ കുക്ക് ചെയ്യാനും നമ്മുടെ വണ്ടി നേരെ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്യാനും ബാക്കി നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ അതിൻ്റെ അത് ചെയ്യാനും എല്ലാം ഉള്ള ഫെസിലിറ്റി ഉണ്ടാവും. പിന്നെ ബാത്റൂമൊക്കെ ഷെയ്ഡാണെന്നുള്ളത്. ബാത്റൂം ഷെയ്ഡാണ്. ബാത്റൂം ഇവരെ ടോയ്ലറ്റ് പക്ഷേ സെപ്പറേറ്റ് പണിത് അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കും നമുക്ക്. പക്ഷെ നമുക്ക് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബേസിക്കലി വെള്ളം യൂസ് ചെയ്യില്ല. അതുകൊണ്ട് താഴെ എല്ലാം നല്ല ക്ലീൻ ആയിരിക്കും. ബാത്റൂം എല്ലാം നല്ല ക്ലീൻ ആയിരിക്കും. എപ്പോഴും നമുക്ക് അതിനകത്തേക്ക് കയറാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. നമ്മളത് യൂസ്ഡ് അല്ല. നമുക്ക് നമ്മൾ യൂസ്ഡ് ആകാതിരിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നല്ല തണുപ്പല്ലേ. അപ്പോൾ തണുപ്പായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെ, അത് ശരിയാട്ടോ. ഇവിടുത്തെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇവര് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്കത് പറ്റത്തില്ല. നമുക്ക് എനിക്ക് കുഴപ്പമില്ല. ഞാൻ നമുക്ക് ഇച്ചിരി കൂടെ ഒരു പുള്ളി തെറ്റായി വരണുള്ളൂ. ഞാൻ തെറ്റായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. റീസെന്റ് ചാടിയുള്ളൂ. ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ്. അവിടെ ബോട്ടൊക്കെ പോകുന്നുണ്ടോ? ഈ ബോട്ടെല്ലാം ആൾക്കാർ വണ്ടിയുടെ പുറകിലൊരു
അത് ട്രോളി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഫുൾ വീലും സാധനമൊക്കെ പിടിപ്പിച്ചിട്ട് ബോട്ട് വലിച്ച് കയറ്റാനും എല്ലാത്തിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഈ ഇവരുടെ വണ്ടി തന്നെ ഉണ്ടാവും. ബോട്ടിനൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ബോട്ട്, അത്യാവശ്യം നല്ല ബോട്ടിൽ ഒരു $5,000 $5,000 നല്ല ബോട്ടുകളൊക്കെ കിട്ടും. ഇവര് ബോട്ട് മാത്രമല്ല, യാട്ട് എന്ന് പറഞ്ഞ സാധനം, യോട്ട്, അതായത് കൂടുതൽ കുറച്ചും കൂടെ ഫെസിലിറ്റി ഉള്ള യോട്ട്. അതൊക്കെ ഇവിടെ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. യോട്ടൊക്കെ ഒരുപാട് നല്ല ക്യാഷുള്ള ടീമിനൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അവർക്കതൊരു ഹരമാണ്. അതെ. അവിടെ ബോട്ട് അവിടെ ഇപ്പൊ കരയിലൊക്കെ അടുപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അത്രയും ദൂരെയുള്ളൊരു വ്യൂ കിട്ടില്ല എന്തായാലും. ബോട്ട് ഇപ്പൊ വലിച്ച് കയറ്റി വിട്ടു അതിലേക്ക്. നോക്കിക്കോ, വണ്ടി കൊണ്ടുവന്നിട്ടേക്കുന്നുണ്ട് അവിടെ പുറയില്. വണ്ടിയുടെ പുറയിലൊരു അതെ, ഒരു മോട്ടർ വെച്ചിട്ട് തന്നെ വലിച്ചങ്ങ് കയറ്റാണ് ഞാൻ. നമ്മുടെ ടീംസൊക്കെ അവിടെ തുള്ളി അടപ്പുണ്ടല്ലോ. പിള്ളേര് രണ്ടും തിമർത്തോണ്ടിരിക്കുക വെള്ളത്തിലേക്ക്, കല്ല് പെറുക്കി എറിഞ്ഞ് കളിക്കുകയാണ്. അതെ, തണുപ്പുണ്ടല്ലേ? അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മുടെ ഫ്രണ്ടില് എനിക്ക് തോന്നുന്നു നിൽക്കുന്ന മലയാളി ആണെന്ന് തോന്നുന്നു. അറിയില്ല, ചിലപ്പോ ശ്രീലങ്കൻ ഫിജിക്കാരെ കണ്ടു പറയാൻ പറ്റില്ല. Hi. You are from? Singapore. We are from India. Yes. No, we are settled here. Staying here. Tamil Telugu. അല്ല, കേരള. മലയാളം, തമിഴ് തെരിയും. Okay, very good. You're from Singapore? Yes. I'm a vlogger. Okay. So we have a couple from Singapore here. So you're on vacation? We are on vacation for 2 weeks and it's very nice. We enter now for 3 days lah. We're going to Milford Sound. Milford Sound. Yeah, we're heading towards that from here. Yeah. So after that? After Milford Sound, Queenstown. Queenstown, yeah, we do. Queenstown, okay, cool. Where you stay? Queenstown, we flying. We are saying we are from Dunedin. Dunedin. And he is from University. I'm from Invercargill. University, right? Yeah, Otago University. Otago University. Nice, Yeah. Okay, cool. Okay, Very nice. enjoy. Enjoy, thank you. Happy holidays. What is your YouTube or Instagram? What is it? That's Texplorer. Texplorer. Yes, If you TECH. type it, it's easy. Okay, sure, definitely. Texplorer. TECH SPLORER. Okay, sure. That's basically going to be in Malayalam. So Okay, no worries. but still, We'll definitely check it out. Okay. yeah. Take care, take Yeah. care. Good day. Have a good day. Good day. Enjoy. And our family is waiting there. തകർത്തോണ്ടിരിക്കുക. ഇവിടെ പൊതുവെ മണ്ണ് ഞാൻ കുറവായിട്ടാണ് ഈ ഒരു അല്ലേ, ഇങ്ങനത്തെ ഒരു പാറപ്പൊടി പോലത്തെ. ഇത് ഈ ലേക്കിലെ തന്നെ ഇതിന്റെ ഒരു നിക്ഷേപമായിരിക്കും ചിലപ്പോൾ. ആയിരിക്കണം. കാരണം ആ കല്ലിന്റെ ഒരു ഇത് കണ്ടോ, shape കണ്ടോ? അതെ. ഇത് ചിലപ്പോ വേലിയേറ്റം വരുമ്പോ അങ്ങനെ കയറുമായിരിക്കും കേട്ടോ. അല്ല, അവര് മലേഷ്യ, സിംഗപ്പൂർ അല്ല. കുട്ടികൾക്ക് നല്ലൊരു സുഖമാണ്. ജാനി, നിന്റെ പാൻറ്റൊക്കെ നനഞ്ഞടി. ജാനിക്ക് പിന്നെ അങ്ങ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിമർപ്പാണ്. ജാനി, ഹായ്. അതിനൊന്നും സമയമില്ല. റോസ് വരണ വഴിക്കുള്ള അടുത്തൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. എഗ്ലിംഗ്ടൺ വാലി വ്യൂ പോയിന്റ്, അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. ആ വാലി ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് അതിഗംഭീരം മലയാണ്. പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു ഫീല് എങ്ങനെ വരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത്രക്ക് അടിപൊളി സാധനമാണ്. നോക്കി, ഒരുപാട് ആൾക്കാർ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ചപ്പുറത്ത് ഒരു വലിയ ടൂറിസ്റ്റ് ബസ് തന്നെ നിർത്തിയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾക്കറിയാൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. ആരായാലും കണ്ടു കഴിഞ്ഞാൽ നിർത്തിപ്പോവും. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ് അത്. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി നിർത്തി വന്നപ്പോഴേക്കും നമ്മുടെ കൂടെ ഒരു മലയാളി ജോയിൻ ചെയ്തിട്ടുണ്ട്.
കണ്ണൂരാണ് വീട്. കണ്ണൂരടുത്ത് പോയിട്ട് പേര് ഞാൻ പറഞ്ഞു. ഡോക്ടർ ദിവാകരൻ. ഡോക്ടർ ദിവാകരൻ. ഓക്കെ. ന്യൂയോർക്കിൽ സെറ്റിൽഡ് ആണ്. ഇവിടെ ഇപ്പൊ ന്യൂസിലാൻഡ് കറങ്ങാൻ വന്നൊക്കെയാണ്. 74ാമത്തെ രാജ്യമാണല്ലോ ഇത്. 76ാമത്തെ. അടിപൊളി. അപ്പൊ ഫാമിലി ഫുള്ള് അല്ലെങ്കിൽ നിങ്ങൾ? എന്റെ മക്കൾ രണ്ടും അവിടെ യു എസ് തന്നെ. ഓക്കെ. ഇപ്പൊ ന്യൂസിലാൻഡ് വന്ന് നോർത്ത് ഐലൻഡ് ഫുള്ള് കവർ ചെയ്തത്. സൗത്ത് ഐലൻഡ് ഇവിടെ മിൽഫോർട്ട് സൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാനൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തായിരുന്നു, അവരൊന്ന് ക്യാൻസൽ ആക്കി. ഡ്രൈവ് ചെയ്ത് പോകണല്ലേ? ഇത് ശരിക്കും ഡ്രൈവ് ചെയ്ത് പോകണം. അതിന്റെ അടിപൊളി, അതിന്റെ ഒരു ഭംഗി കാണാനായിട്ട്. ഒന്നുകൂടി പറഞ്ഞല്ലോ. താങ്ക് യു. വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ടീംസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ജാനിയൊക്കെ കിടന്ന ഓട്ടോ. ജാനി റോട്ടിൽ പോയിരുന്നോ? നോ, ഡോൺ ഗോ ടു റോഡ്. കളിക്ക കളിയാ, ഫുള്ള് കളി, എൻജോയ്മെന്റ് തന്നെ പിള്ളേര്. ഇതാണ് മിറർ ലേക്ക്. റിട്ടേൺ ടൈം 5 minutes ഉള്ളൂ കേട്ടോ. നമുക്ക് 5 minutes വാക്കുള്ളൂ. മിറർ ലേക്ക് ഇപ്പോൾ ആ പേര് പോലെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ല മിറർ പോലത്തെ വെള്ളമാണെന്ന് വിചാരിക്കുന്നു. ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ മിറർ ലേക്കിൻ്റെ സൈഡ് നിർത്തിയിട്ട് ഒരു കോഫി അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ടീംസ് എല്ലാം അങ്ങ് നടന്ന് വിട്ട് കഴിഞ്ഞതാ മിറർ ലേക്ക്. ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് നല്ല പക്ക മിററാട്ടോ അത്. അയ്യോ സൂപ്പർ. അത് താഴത്തേക്കല്ല കേട്ടോ. താഴത്തേക്ക് എന്നാലേ നമ്മുടെ വീഡിയോയിലൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അതൊക്കെ അടിപൊളിയാട്ടോ ചെയ്തേക്കുന്നതല്ല. ആ ഒരു മരം വെട്ടാണ്ട് അതിനെ ചുറ്റും കൊണ്ടുപോയിക്കുന്ന നോക്കിയേ വാക്വേ ആയിട്ട്. അല്ലേ ഇത് അതെ അതെ, നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോക്കുന്ന കാര്യം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ഫീസ് ആയിരിക്കും അങ്ങോട്ട് എൻട്രി ഫീ. ഇവിടെ എവിടെയെങ്കിലും എൻട്രി ഫീ ഉണ്ടോ? ഒരിടത്ത് ഞാൻ ഇതുവരെ പോയിട്ട് എൻട്രി ഫീ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒരിടത്തേക്ക്. വ്യൂ തന്നെ നല്ല ഹില്ലിന്റെ സൈഡ്. അതെ അതെ. ഗ്ലാസ് ബ്രിഡ്ജ് അല്ല. ഓ സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. അത് നോക്കി മിറർ ലേക്ക് എന്ന് പറഞ്ഞ ഇതാണ്. നമ്മള് ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുപോലെ ഉള്ളൊരു സെറ്റപ്പ്. എന്താന്ന് നോക്കിയാൽ വെള്ളത്തിന്റെ ഒരു തരി അഴുക്കില്ലാത്ത വെള്ളം അല്ലേ ഇത്. എനിക്ക് തോന്നുന്നു ഈ മഞ്ഞുരുക്കി തന്നെ ആയിരിക്കണം അല്ലേ? സ്പ്രിംഗ് വാട്ടർ ആയിരിക്കണം ഇത്. അതെ അതെ, സ്നോഫോൾ വരുന്ന സ്ഥലങ്ങളാണ് ഇതല്ല. ആ മുകളിലേക്ക് മരം ഇല്ലാണ്ട് നിൽക്കുന്ന ഏരിയ എല്ലാം. അതെ അതെ, മേളിലൊക്കെ. അത് ശരിയാട്ടോ. സ്നോ ഇപ്പോഴും ഉണ്ടല്ലേ അവിടെ? സ്നോ ഉണ്ട്, പക്ഷെ ചെറുതായിട്ട് ചെറുതായിട്ട് സ്നോ ഉണ്ട് കേട്ടോ ഇപ്പോഴും. താറാവ്, ഈ ഇവിടുത്തെ താറാവ് പറക്കണുണ്ടോ? പറക്കും. ഇവിടുത്തെ താറാവ് പറക്കുന്നുണ്ട്. നമ്മള് ഇവിടുത്തെ താറാവ് പറന്നങ്ങ് പോകും. എന്താണെന്നറിയാമല്ല, അതിന്റെ എനർജി എന്താന്ന് നമുക്കറിയത്തില്ല. ഇവിടുത്തെ താറാവിന് ചെറുതായിട്ട് പറക്കാൻ അറിയാം. അതിന് പറക്കാനൊരു വല്ലാത്ത എനർജി ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇതെന്ന് പറയുന്നത് അമേസിംഗ് ആണ്. നമ്മളെവിടെ രീതിയിൽ അവർ വിഷ് ചെയ്ത്. അതെ അതെ, ഒരു ഹായ് ഹലോ പറയാൻ ആരും പോവില്ല. നമ്മൾ നേരത്തെ നിന്ന പോലെ തന്നെയുള്ള ഒരു സ്ഥലം. ഇപ്പുറത്തും ഒരു ബ്രിഡ്ജ്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം പോലെ നിർത്തിയിട്ടുണ്ട്. നോക്കി താഴെ ഒരു മരം വീണ് കിടക്കാന്ന്. എന്ത് ക്ലിയർ ആയിട്ട് കാണും. നമ്മുടെ ടീംസ് എല്ലാം പോയിട്ട് തിരിച്ച് നടന്നു വന്നോണ്ടിരിക്കും. അതെന്ത് സാധനം? അവിടെ വരെ ഉണ്ടല്ലോ നടക്കാൻ. ഒന്ന് പോയിട്ട് വരാം.
എന്താന്ന് നോക്കിയാൽ തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതായിട്ടൊരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സഫാരി ടിവിയിൽ ലഡാക്ക് പോയപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സിന്ധു നദീതട അതിൻ്റെ സൈഡിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര തെളിഞ്ഞ വെള്ളം, ആ ഒരു പുഴേനെ ചുറ്റിപ്പറ്റിയാണ് അവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തെളിച്ചം മാത്രമാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഞങ്ങള് മിൽഫോർട്ട് സൗണ്ടിനോട് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന നോക്കിയ മലയില്. അടിപൊളി അടിപൊളി. നമ്മുടെ ടീമോടെ ഇപ്പൊ ഉണ്ടല്ലോ മിൽഫോർഡ് എത്തിയിട്ട് ഈ സീൻ മിസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നത് ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണ്. നേരിട്ട് താഴെ നിന്ന് കാണുന്നത് ഇപ്പോഴാണ്. ഇതേ കിടക്കണം മഞ്ഞ് ഫ്രണ്ടിൽ, കൺമുൻപിൽ മഞ്ഞ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ മഞ്ഞ് വീഴ്ചയുടെ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ട്. ഇവിടെ സൂപ്പർ ടണൽ ആവലാഞ്ച് ഷെൽട്ടർ റിന്യൂവൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആവലാഞ്ച് ഷെൽട്ടർ ഉണ്ടെന്നുണ്ടെങ്കിലും മഞ്ഞ് ഇടിച്ചൂത്തി വീഴുന്ന സ്ഥലമാണ്. ജാക്കറ്റ് എന്താ പൊന്നോ. അങ്ങനെ അപ്പൊ തന്നെ ജാക്കറ്റും വലിച്ചിട്ട് എന്തോ ചെയ്യാൻ അപ്പൊ ഞാനിത് മഞ്ഞ് സ്നോഫോൾ ഉണ്ടോ? ഒരു രക്ഷയില്ല. ഞാന് സത്യം പറഞ്ഞ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അടിപൊളിയായിട്ട് ഇത് വല്ലാത്തൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അത്രയ്ക്ക് സൂപ്പർ സ്ഥലം, ഒരു രക്ഷയില്ല. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം അത്. ഓ മഴ ചമര. അപ്പൊ നമ്മുടെ ഒരു ഗംഭീര ഡ്രൈവ് ഭയങ്കരമായിട്ട് മെനക്കെട്ട്, കാരണം നമുക്ക് ഇടയിൽ വെച്ചിട്ട് ഒരു വഴിയിലൊരു പണി നടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വൺ സൈഡ് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തിയേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ സമയം പോയി. അങ്ങനെ നമ്മുടെ 3:30 ക്രൂസ് മിസ്സായി. അത് കഴിഞ്ഞിട്ട് അവർ ടൈം മാറ്റി തന്നിട്ടുണ്ട്. 2:30 ക്രൂസാണ് മിസ്സായത്. അതിന് 3:15 ക്രൂസിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം ക്രൂസൊക്കെ കിടക്കുന്നത്. നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കറങ്ങി അപ്പുറത്ത് ചെന്നിട്ട് വേണം ക്രൂസൊക്കെ കയറാനായിട്ട്. അവിടെ കിടക്കുന്നുണ്ട് ദൂരെ ക്രൂസ്. അതുപോലെ കുറേ ക്രൂസ് ഷിപ്പുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഇത്തിരി ഓടിപ്പിടിച്ചാണ് ഇവിടുന്ന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇനിയും ഒരു ക്രൂസ് മിസ്സാക്കാനുള്ള വകുപ്പ് നമുക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ ഇതിൽ ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ നേരത്ത് ഞാൻ എന്തായാലും ആ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു ബിൽഡിംഗ് എല്ലാം തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ എൻട്രൻസ്. റെഡി ബാങ്ക്. അതെ, ന്യൂസിലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബൂം ബാങ്ക് സ്റ്റൈലാണ്. സൂപ്പർ. അപ്പോൾ ഈ കിടക്കുന്ന കേട്ടോ നമുക്ക് പോകാനുള്ള ക്രൂസ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ കറക്കം പരിപാടികളെല്ലാം തകർക്കും, ഇന്ന് പൊളിക്കും. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഈ കാണുന്ന ഈ മലയുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ ക്രൂസ് ചെയ്യുന്നത് സെറ്റപ്പ് അല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. ഒരേ പൊളി സ്ഥലമായിരുന്നു അത്. ഒരു രക്ഷയില്ലാത്തതാണ് സംഭവം. വലിയ ക്രൂസ് കേട്ടോ, നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫുഡും ബാത്റൂം ഫെസിലിറ്റി എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. നമ്മളിവിടെ നിൽക്കും. ഞാനിവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇതിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയത് ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ? അത്രയ്ക്ക് ഗംഭീര സാധനമാണ്. ആൾക്കാരൊക്കെ കയറി തുടങ്ങി. അടിപൊളി. നമ്മളിന്ന് താർക്കും. ഹലോ. ഇവിടെ ഇത് കഫറ്റേരിയ കണ്ടിട്ടൊരു കഫറ്റേരിയ പോലെ ഉണ്ട് കേട്ടോ താഴത്തുള്ള. നമുക്ക് അത് ശരിയാണ്, നമുക്ക് മുകളിലിരുന്നാലേ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളല്ലോ. വാ സൂപ്പർ, അടിപൊളിയാ.
നമ്മളിതിന്റെ ഓപ്പൺ ഡെക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഓപ്പൺ ഡെക്ക് ആണല്ലോ നമ്മുടെ, ഇത്തിരി മഴ കൊണ്ടാലും സാരമില്ല, നമ്മൾ ഓപ്പൺ ഡെക്കിൽ തന്നെ ഒന്ന് പോകാനായിട്ടാണ് തീരുമാനം. പൊളി പൊളി, ഒരേ പൊളി. ഒരു രക്ഷയില്ല, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, നമുക്ക് നമുക്ക് ക്യാമറയിൽ ഇത് വീഡിയോയിൽ കാണാനായിട്ട് ഇത്രയും അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ നേരിട്ട് കാണാനായിട്ട് ഈ എന്ത് പൊളിയായിരിക്കും സ്ഥലം. ഒരു രക്ഷയില്ല കേട്ടോ, വല്ലാണ്ട് എക്സൈറ്റഡാ എല്ലാവരും, അതുകൊണ്ടാണ്. അഭിനേഷ് ബ്രോ ഇപ്പോൾ തകർത്തോണ്ടിരിക്കുക. യെസ്, അപ്പോൾ ഈ മിൽഫോർട്ട് സൗണ്ട് വരാൻ ആരെങ്കിലും ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഴ ഉണ്ടെന്ന് ഉറപ്പിക്കണം. വെതർ ഫോർകാസ്റ്റ് നോക്കിയിട്ട് മഴ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട്. കാരണം മഴയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടൊരു കാര്യമില്ല, മഴയാണ് ഇതിൻ്റെ ഭംഗി. പൊളി സ്ഥലം അല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതെ, ലൈഫിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. ഫ്ലൈറ്റില് വന്നിറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെ നല്ല രസമായിരുന്നു, ഒന്നും പറയാനില്ല. അതെ അതെ, ഒരു ജസ്റ്റ് നമ്മളൊരു ഫ്ലൈറ്റ് എടുത്ത് വന്ന് ഇവിടെ ഇറങ്ങുന്നതിൽ എനിക്ക് തോന്നുന്നില്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു. ഇല്ല ഇല്ല, ആ കാട്ടിക്കൂടെ വണ്ടി ഓടിച്ച് വരുന്ന തന്നെയാണ് അതിന്റെ ബ്യൂട്ടി. നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ, നമ്മുടെ ക്രൂസ് ഷിപ്പ് എടുത്തു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം ഇതിന് സ്പേഷ്യസ് ആണ്. അതെ, സ്പേഷ്യസ് എന്ന് മാത്രമല്ല എല്ലാ തരത്തിലും അടിപൊളിയാണ്. ഫുഡും സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്തതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങോട്ട് ഓ അടിപൊളി, ആ അതിപ്പോഴാണ്. ഓ പൊളി പൊളി പൊളി. സ്പീഡ് ബോട്ടുകളും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ ഫിഷിംഗ് ബോട്ടുകള്, സ്പീഡ് ബോട്ടുകളൊക്കെ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ഏതായാലും ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്.
അവിടുന്ന് മഴ വരണല്ലോ. അടിപൊളി. ഇതാ അവിടെ അങ്ങനെ നമ്മള് ഒരു നല്ല ഹെവി മഴ കാരണം ഡെക്കിന്ന് ഓടി താഴെ എത്തിയിരിക്കുന്നു. താഴേന്ന് നോക്കിയാലും അത്യാവശ്യം ബ്യൂട്ടിയാണെന്ന് എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ കാണാൻ പറ്റുന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു അടിപൊളി സംഭവം കേട്ടോ. അത് നമ്മൾ കാറ്റടിച്ചിട്ട് വെള്ളം താഴെ വീഴാണ്ട് മേലേക്കേറ്റ പറന്നോ നോക്കി. രക്ഷയില്ല ഒരേ പൊളി പറയുന്നുണ്ട്. ബെൽഫോർഡിന്റെ കാഴ്ചകൾ അവസാനിച്ചു വരാൻ നേരത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാഴ്ചകളുടെ ഒരു പെരുമഴ കരുതി വെച്ചുകൊണ്ടാണ് ഇവിടെ ക്രൂയിസ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇത് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു രക്ഷയില്ല. ഒരേ ചുറ്റുവട്ടം കേട്ടോ, അടിപൊളിയല്ലേ.